ഇനി സെക്യൂരിറ്റീസ് ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലാക്കാൻ വേണ്ടിയിട്ട് സെബി കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നോ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. നോ കമ്പനി ഷാൾ മേക്ക് പബ്ലിക് ഓർ റൈറ്റ് ഇഷ്യൂസ് or an offer for sale of securities unless the company enters into an agreement with the depository for dematerialization of securities already issued or proposed to be issued to the public or existing shareholders. അതായത് ഡീമെറ്റീരിയലൈസ് ചെയ്യാനുള്ള ഒരു എഗ്രിമെൻറ്റ് ഡെപ്പോസിറ്ററി ഫോർ ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് വെച്ചിരിക്കണം. ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട കമ്പനീസിന് മാത്രമാണ് റൈറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്താൻ റൈറ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്താനായിട്ട് പറ്റുള്ളൂ. The company gives an option to subscribers or shareholders or investors to receive the security certificates or hold securities in dematerialized form with a depository. അതായത് സബ്സ്ക്രൈബേഴ്സിന് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ ഓപ്ഷൻ കൊടുക്കുന്ന ഫേംസ് ആയിരിക്കണം. സർട്ടിഫിക്കറ്റ്സ് ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ കീപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്ന ഫേംസ് ആയിരിക്കണം റൈറ്റ് ഇഷ്യൂസ് നടത്തേണ്ടത്. ഇനി സെബി ഗൈഡ് ലൈൻസ് ഫോർ ഇഷ്യൂ ബൈ ന്യൂ കമ്പനീസ് ഇൻ പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിൽ ന്യൂ കമ്പനീസ് ഫ്രഷ് ഇഷ്യൂസ് നടത്തുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട സെബി ഗൈഡ് ലൈൻസ്. എ ന്യൂ കമ്പനി വിച്ച് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 12 months ഓഫ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് വിൽ നോട്ട് ബി അലൗഡ് ടു ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം. 12 മാസം പൂർത്തിയാക്കിയിട്ടില്ലാത്ത ഫേംസിന് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാനുള്ള അവകാശം ഇല്ലായിരിക്കില്ല. ഇഫ് എൻ എക്സിസ്റ്റിംഗ് കമ്പനി വിത്ത് എ 5-year ട്രാക്ക് റെക്കോർഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റബിലിറ്റി ഇസ് പ്രൊമോട്ടിംഗ് എ ന്യൂ കമ്പനി ദെൻ ഇറ്റ് ഇസ് അലൗഡ് ടു പ്രൈസ് ഇറ്റ്സ് ഇഷ്യൂസ്. അതായത് 5 വർഷത്തെ ട്രാക്ക് റെക്കോർഡുള്ളൊരു കമ്പനി ഒരു പുതിയ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനീനെ പ്രൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാനുള്ള ആ കമ്പനീൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ അലൗഡ് ആണ്. എ ഡ്രാഫ്റ്റ് ഓഫ് ദ പ്രോസ്പെക്ടസ് ഹാസ് ടു ബി ഗിവൻ ടു ദ സെബി ബിഫോർ പബ്ലിക് ഇഷ്യൂ. പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് സെബിക്ക് നമ്മൾ പ്രോസ്പെക്ടസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദ ഷെയർസ് ഓഫ് ദ ന്യൂ കമ്പനീസ് ഹാവ് ടു ബി ലിസ്റ്റഡ് ഈതർ വിത്ത് OTCEI ഓർ എനി അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ന്യൂ കമ്പനീസിൻ്റെ ഷെയർസ് OTCEIയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലോ ലിസ്റ്റ് ചെയ്തതായിരിക്കണം. In case of an initial public offer, that is public issue by unlisted company, the promoters have to necessarily offer at least 20% of the post-issue capital. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ നടത്തുകയാണ് അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ നടത്തുന്ന ഫേംസിന് അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഫേംസ് ആണെങ്കിൽ ആ കമ്പനീൻ്റെ ക്യാപിറ്റൽ ബേസിൻ്റെ 20% എങ്കിലും പ്രൊമോട്ടേഴ്സിൻ്റെതായിരിക്കണം. In case of public issues by listed companies, the promoters shall participate either to the extent of 20% of the proposed issue or ensure post-issue share holding to the extent of 20% of the post-issue capital. ലിസ്റ്റഡ് കമ്പനീസിൻ്റെ കേസാണെങ്കിൽ അൺലിസ്റ്റഡ് കമ്പനീസിൻ്റെ കേസാണെങ്കിൽ പോസ്റ്റ് ഇഷ്യൂ ക്യാപിറ്റലിൻ്റെ 20% എങ്കിലും എന്നാണ് പറഞ്ഞത്. അൺലിസ്റ്റഡ് കമ്പനീസിൻ്റെ കേസാണെങ്കിൽ പ്രൊപ്പോസ്ഡ് ഇഷ്യൂവിൻ്റെ 20% വരെയും അല്ലെങ്കിൽ പോസ്റ്റ് ഇഷ്യൂ ഷെയർ ഹോൾഡിങ്ങിൻ്റെ 20% വരെയെങ്കിലും പ്രൊമോട്ടേഴ്സിൻ്റേതായിരിക്കണം. ഇൻ കേസ് ഓഫ് എൻ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ടു the public, the minimum contribution of promoters shall be locked in for a period of 3 years, both for an IPO and public issue by listed companies. IPOൻ്റെ കേസാണെങ്കിലും അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ പബ്ലിക് ഇഷ്യൂ ആണെങ്കിലും പ്രൊമോട്ടേഴ്സിൻ്റെ ക്യാപിറ്റൽ 3 വർഷത്തേക്കെങ്കിലും ലോക്ക്ഡ് ആയിരിക്കണം ആ ഒരു ഫേമിനകത്ത്. ഇൻ കേസ് ഓഫ് എൻ IPO, if the promoters' contribution in the proposed issue exceeds required minimum contribution, such excess contribution shall also be locked in for a period of 1 year. ഇനി എക്സസ് ആയിട്ടുള്ള ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിക്വയർഡിനേക്കാളും എക്സ്റ്റെൻഡഡ് ലിമിറ്റിൽ ഉണ്ടെങ്കിൽ അത് 1 വർഷത്തേക്ക് ലോക്ക്ഡ് ആയിരിക്കണം പ്രൊമോട്ടേഴ്സിൻ്റെ ക്യാപിറ്റൽ.
In case of a public issue by a listed company, participation by promoters in the proposed public issue in excess of the required minimum percentage shall also be locked in for a period of 1 year as per the lock-in provisions. അതായത് നേരത്തെ പറഞ്ഞത് അൺലിസ്റ്റഡ് ഫേംസിൻ്റെ കേസിലാണ്. ലിസ്റ്റഡ് കമ്പനീസിൻ്റെ കേസിലും അതുപോലെ തന്നെയാണ്. പാർട്ടിസിപ്പേഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ക്യാപിറ്റൽ കുറച്ച് ലിമിറ്റിനേക്കാളും, മിനിമം ലിമിറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, മിനിമം ലിമിറ്റിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ അത് 1 ഇയറിൽ ലോക്ക്ഡ് ആയിരിക്കണം. ബിസൈഡ്സ് ദ എബോവ്, in case of IPO, the entire pre-issue share capital, that is paid up share capital prior to IPO, and shares issued on a firm allotment basis along with issue shall be locked in for a period of 1 year from the date of allotment in public issue. Public issueൻ്റെ ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റിന് മുൻപ് 1 വർഷത്തേക്കെങ്കിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ലോക്ക്ഡ് ആയിരിക്കണം. IPOൻ്റെ കേസിലാണ് കേട്ടോ. ഇനി പബ്ലിക് ഇഷ്യൂ ബൈ അൺലിസ്റ്റഡ് കമ്പനീസിൻ്റെ കേസിൽ വരുന്ന ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്? An unlisted company has to satisfy the following criteria to be eligible to make a public issue. കുറച്ച് ക്രൈറ്റീരിയാസ് അവർ ഫുൾഫിൽ ചെയ്യണം. എന്നിരുന്നാലാണ് അവർക്ക് പബ്ലിക് ഇഷ്യൂ നടത്താനായിട്ട് സാധിക്കുള്ളൂ. അത് നടത്താനായിട്ട് അവർ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? പ്രീ ഇഷ്യൂ നെറ്റ്വർത്ത് ഓഫ് ദ കമ്പനി ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ₹1 crore in last 3 out of last 5 years with minimum net worth to be met during immediately preceding 2 years. അതായത് ഈ ഒരു പബ്ലിക് ഇഷ്യൂ നമ്മൾ നടത്തുന്നതിന് മുമ്പുള്ള 5 വർഷങ്ങളിൽ 3 വർഷമെങ്കിലും അവരുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ₹1 crore കുറയാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഫേംസിൻ്റെ track record of distributable profits for at least 3 years out of immediately preceding 5 years, and the issue size shall not exceed 5 times its pre-issue net worth. അതിൻ്റെ pre-issue net worthൻ്റെ 5 ടൈംസിൽ കൂടാൻ പാടില്ല. ഇമ്മീഡിയറ്റ്ലി പ്രിസീഡ് ചെയ്യുന്ന 5 വർഷത്തിൽ 3 വർഷത്തിൽ ഇഷ്യൂ സൈസ് ഒരിക്കലും അവരുടെ പ്രീ ഇഷ്യൂ വർത്തിൻ്റെ 5 മടങ്ങിൽ കൂടാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. പ്രിസീഡ് ചെയ്യുന്ന 5 വർഷത്തിൽ 3 വർഷത്തിലെങ്കിലും നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. ഇൻ കേസ് ഓഫ് ആൻ അൺലിസ്റ്റഡ് കമ്പനി ഡസ് നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദ എബോവ് ക്രൈറ്റീരിയൻസ്, ഇറ്റ് ക്യാൻ കം ഔട്ട് വിത്ത് എ പബ്ലിക് ഇഷ്യൂ ഓൺലി ത്രൂ ദ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്. അൺലിസ്റ്റഡ് കമ്പനീസ് ഈ ക്രൈറ്റീരിയാസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്തതാണെങ്കിൽ അവർക്ക് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ മാത്രമാണ് പബ്ലിക് ഇഷ്യൂ പിന്നെ നടത്താൻ സാധിക്കുക. An unlisted company eligible to make a public issue and desirous of getting its securities listed on a recognized stock exchange pursuant to a public issue may freely price its equity shares or any securities convertible at a later date into equity shares. ഈ ക്രൈറ്റീരിയാസ് ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള സന്നദ്ധരായിട്ടുള്ള ഫേംസിന് പബ്ലിക് ഇഷ്യൂ നടത്താൻ സാധിക്കുന്നതാണ്. ഇനി IPOനെ കുറിച്ചാണ്. അൺലിസ്റ്റഡ് കമ്പനീസ് നടത്തുന്ന ഫസ്റ്റ് പബ്ലിക് ഇഷ്യൂന് നമ്മൾ IPO എന്ന് പറയും, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് എന്ന് പറയും. An unlisted company may make an initial public offering of equity shares or any other securities which may be converted into or exchanged with equity shares at a later date only if it meets the following conditions. കുറച്ച് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താലാണ് അവർക്ക് IPO കണ്ടക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. The company has net tangible assets of at least 3 crores in which of the preceding 3 full years of which more than 50% is held in മോണിറ്ററി അസറ്റ്സ്. കമ്പനീൻ്റെ കയ്യിൽ ടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് 3 crores ആയിരിക്കണം. ജസ്റ്റ് പ്രിസീഡ് ചെയ്യുന്ന 3 ഇയേഴ്സിൽ അവരുടെ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ വർത്ത് എന്ന് പറയുന്നത് 3 crores ആയിരിക്കണം. The company has a track record of distributable profits in terms of section 205.
അതായത് നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 1 crore ആയിരിക്കണം. In case of the company has changed its name within the last 1 year, at least 50% of the revenue for the preceding one full year is earned by the company from the activities suggested by the new name. കമ്പനി നെയിം ചേഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റവന്യൂവിൻ്റെ 50% എങ്കിലും ഈ കമ്പനി നെയിം ചേഞ്ച് ചെയ്തതിലുണ്ടാവുന്ന മാറ്റം കൊണ്ടായിരിക്കണം.